യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ ശിക്ഷാ ഇളവിനായുള്ള സമവായ ചർച്ചകൾ സജീവം. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി സൂഫി പണ്ഡിതൻ ഷൈഖ് ഹബീബ് ഉമറിന്റെ പ്രതിനിധികൾ ചർച്ച തുടരുകയാണ്. കുടുംബാംഗങ്ങൾക്കിടയിൽ ഏകാഭിപ്രായം ഉണ്ടാക്കാനാണ് ശ്രമം. വധശിക്ഷ മരവിപ്പിക്കുന്നതിൽ നിർണായക ഇടപെടൽ നടത്തിയ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി MV ഗോവിന്ദൻ കാരന്തൂർ മർക്കസിലെത്തി കൂടിക്കാഴ്ച നടത്തി. നിമിഷപ്രിയയുടെ മോചനത്തിനായി സാധ്യമായതെല്ലാം കേന്ദ്രം ചെയ്തെന്ന് BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ പറഞ്ഞു. വധശിക്ഷ താൽക്കാലികമായി മരവിപ്പിച്ചതിന്റെ ആശ്വാസമുണ്ടെങ്കിലും ശിക്ഷാ ഇളവിൽ അന്തിമ തീരുമാനമാകാത്തതിൽ ആശങ്കയിലാണ് നിമിഷപ്രിയയുടെ കുടുംബവും ആക്ഷൻ കൗൺസിലും. ദിയാധനം സ്വീകരിക്കുന്ന കാര്യത്തിലും തുക എത്രയെന്നതിലും ഉടൻ തീരുമാനമാകുമെന്നാണ് കരുതുന്നത്. ദിയാധനം വാങ്ങാമെന്ന ഏകദേശ ധാരണയിലേക്ക് കുടുംബം എത്തിയിട്ടുണ്ടെന്നാണ് വിവരം. സമവായ ചർച്ചകൾ ഫലം കണ്ടാൽ നിമിഷപ്രിയയ്ക്ക് ഉടൻ തന്നെ ജയിൽ മോചനം സാധ്യമാകുമെന്നതാണ് പ്രതീക്ഷ. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായും യമൻ ഭരണകൂടത്തിന്റെ പ്രതിനിധികളുമായും ചർച്ച നടത്തുന്ന സൂഫി പണ്ഡിതൻ ഹബീബ് ഉമറിന്റെ പ്രതിനിധികൾ ദമാറിൽ തുടരുകയാണ്. എന്നാൽ ശിക്ഷാ ഇളവ് നൽകുന്നതിൽ തലാലിന്റെ സഹോദരനും സുഹൃത്തുക്കൾക്കുമടക്കം ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ടെന്നാണ് വിവരം. ശിക്ഷ മരവിപ്പിക്കാൻ നിർണായക ഇടപെടൽ നടത്തിയ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. കാന്തപുരത്തിന് നന്ദി പറയാനാണ് എത്തിയതെന്നും വധശിക്ഷ നീട്ടിവെച്ചത് എത്ര കാലത്തേക്കെന്നതിൽ വ്യക്തതക്കുറവുണ്ടെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ കുഞ്ഞഹമ്മദ് കൂരാച്ചുണ്ട്, സജീവ് എന്നിവർ പറഞ്ഞു. പണം നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നമാവില്ല എന്ന് തന്നെ ഞങ്ങൾ കരുതുന്നു. കാരണം ഈ ലോകത്താകെയുള്ള മലയാളി സമൂഹം, ഇന്ത്യൻ സമൂഹം ഒക്കെ വലിയ രീതിയിലുള്ള പിന്തുണ ഇതിനു വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. ഇത് ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു വിധിയാണ്. അത് ഇന്നത്തേക്ക് മാറ്റിവെച്ചൊന്നുമില്ല. അത് ഇതിപ്പോൾ മാറ്റിവെച്ചതുപോലെ തന്നെ നടപ്പിലാക്കാനുമുള്ള സാഹചര്യം ഒരു പക്ഷേ പിന്നെ ഒരു വിപരീതമായ അന്തരീക്ഷത്തിലാണെങ്കിൽ ചിലപ്പോൾ അതും വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് വരുന്നതിന് മുൻപ് ഈ കാര്യങ്ങൾ പരിഹരിക്കപ്പെട്ടു പോകണം. അതിനുള്ള തീവ്ര ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വൈകാരികമായ വിഷയമായതിനാൽ കൂടുതൽ കാര്യങ്ങൾ പറയാനാകില്ലെന്നും വളരെ സൂക്ഷ്മതയോടെ മുന്നോട്ടു പോകണമെന്നും ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കേസിൽ നിർണായക ഇടപെടൽ നടത്തിയ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കോഴിക്കോട് കാരന്തൂർ മർക്കസിലെത്തി കണ്ടു. കാന്തപുരത്തിന്റെ ഇടപെടൽ പ്രതീക്ഷ നൽകുന്നതാണെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ ഈ ഇടപെടലും തുടർന്നുള്ള ചർച്ചയും അവരുടെ കുടുംബവും കേരളവും എല്ലാം കാതോർത്ത് നിൽക്കുന്നത്. ഇങ്ങനെയൊരു സന്ദേശം കാന്തപുരം AP നമുക്കെല്ലാം വേണ്ടി, രാജ്യത്തിനു വേണ്ടി, വർഗീയ ധ്രുവീകരണത്തിനു വേണ്ടി നടക്കുന്ന നിരവധി ശ്രമങ്ങൾക്ക് ഇടയിൽ ഫലപ്രദമായ മാനവികത ഉയർത്തിപ്പിടിച്ചു എന്നുള്ളത് ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായി മാറിയിട്ടുണ്ട്. മുതിർന്ന CPIM നേതാവ് MV ജയരാജനും കാന്തപുരവുമായി കൂടിക്കാഴ്ച നടത്തി. നിമിഷപ്രിയയുടെ മോചനത്തിനായി ചെയ്യാവുന്നതിന്റെ പരമാവധി കേന്ദ്ര സർക്കാർ ചെയ്തെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ പറഞ്ഞു. വിഷയത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ഇടപെടൽ ശ്ലാഘനീയമെന്നും ശോഭാ സുരേന്ദ്രൻ. കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയിക്കേണ്ട സമയത്ത് അറിയിക്കുകയും കേന്ദ്ര ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നീക്കുപോക്കുകളെല്ലാം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനൊരു പോസിറ്റീവ് റിയാക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രിയപ്പെട്ട കാന്തപുരം മുസ്ലിയാറിന് രംഗപ്രവേശം ചെയ്യാൻ സാധിച്ചു. അത് വളരെ സന്തോഷത്തോടു കൂടിയിട്ടും അദ്ദേഹത്തിന് വളരെ ഹൃദയപൂർവ്വം നന്ദിയും അറിയിച്ചുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഇരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി നിമിഷപ്രിയയുടെ മോചനത്തിനായി നേരിട്ട് ഇടപെട്ടിട്ടുണ്ടെന്ന് BJP നേതാവ് V മുരളീധരൻ പറഞ്ഞു. നിമിഷപ്രിയയുടെ വിഷയത്തിൽ വിദേശകാര്യ വകുപ്പ് സഹമന്ത്രി എന്നുള്ള നിലയിൽ കഴിഞ്ഞ 5 വർഷക്കാലം കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ നേരിട്ട് ഇടപെട്ട ഒരാളാണ് ഞാൻ. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ, വിദേശകാര്യ വകുപ്പ് സാധിക്കാവുന്ന എല്ലാ ഇടപെടലുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.